ഹായ് ഡിയർ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പക്കോടയുടെ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാം, കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ ഈ പക്കോട റെഡിയാക്കുന്നത് ക്യാബേജ് വെച്ചിട്ടാണ്. നമ്മൾ സാധാരണ ക്യാബേജ് തോരനൊക്കെ അല്ലേ റെഡിയാക്കുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് ക്യാബേജ് വെച്ചിട്ട് എങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പക്കോട റെഡിയാക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നമുക്ക് ചൂട് കട്ടൻ ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്യാബേജ് പക്കോട എങ്ങനെ റെഡിയാക്കുന്നത് എന്നുള്ളത് നോക്കാം. കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഉണ്ടാക്കിയിട്ട് നോക്കണം. നമുക്ക് സിമ്പിളായിട്ട് തന്നെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമുക്കിത് എങ്ങനെ റെഡിയാക്കുന്നത് എന്നുള്ളത് നോക്കാം. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമ്മുടെ പക്കോട റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ക്യാബേജ് ഞാൻ ഒരു ക്യാബേജിൻ്റെ പകുതി ഞാൻ എടുത്തിട്ടുള്ളൂ. ചെറിയ ക്യാബേജ് ആയിരുന്നു, അതിൻ്റെ ഒരു പകുതി ഭാഗം എടുത്തിട്ടുള്ളൂ. ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ തോരനൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് പോലെ നമ്മുടെ ക്യാബേജ് അങ്ങ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എത്രത്തോളം ആവശ്യമുണ്ട് അതിനനുസരിച്ചിട്ട് നമുക്ക് ക്യാബേജ് എടുക്കാം. ഞാനിപ്പോൾ ചെറിയൊരു ക്യാബേജിൻ്റെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് ഒരു വലിയുള്ളി ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം. കനം കുറച്ച് കട്ട് ചെയ്തതാണ്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു രണ്ട് പച്ചമുളക് കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം. പച്ചമുളക് നമുക്ക് എരിവിനനുസരിച്ചിട്ട് കൂട്ടും കുറക്കുകയൊക്കെ ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്താണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ പേസ്റ്റിലേറെ ഇതുപോലെ പക്കവടയൊക്കെ റെഡിയാക്കുമ്പോൾ ഇതുപോലെ ചതച്ചെടുത്ത് ചേർത്ത് കൊടുക്കുമായിരിക്കും ഒന്നും കൂടെ നമുക്ക് നല്ലത്. അപ്പം നമ്മൾ ഇതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു അര സ്പൂണ് വലിയ ജീരകം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു അര കപ്പ് കടലമാവാണ് ചേർത്ത് കൊടുക്കുന്നത്. അര കപ്പ് മുഴുവനായിട്ടും എടുത്തിട്ടില്ല. അത് നമ്മൾ ക്യാബേജ് എത്രയാണ് എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് നമുക്ക് കടലമാവ് കുറവായിട്ട് എടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു അര സ്പൂണ് മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. മല്ലിയില ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ മല്ലിയില ഇല്ലാത്തോട്ടാണ് ഒരു അര സ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. കൂടുതൽ ചേർത്ത് കൊടുക്കണ്ട, കയ്പ്പ് വരും. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പം ഞാൻ ഒരു സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് നമ്മൾ നോക്കിയിട്ട് നമ്മുടെ പാകത്തിനനുസരിച്ചിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുക. അപ്പം നമ്മൾ ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1.5 സ്പൂണ് അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മുടെ പക്കവട നല്ല ക്രിസ്പി ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഈ സ്പൂൺ അങ്ങ് മാറ്റി വെച്ചിട്ട് നമുക്ക് കൈ വെച്ചിട്ട് ആദ്യം നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഫസ്റ്റ് തന്നെ വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പം നമ്മൾ കൈ വെച്ചിട്ട് ഇത് നല്ലതുപോലെ തന്നെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അതിൻ്റെ വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ അതൊക്കെ ശരിക്ക് ഇതാകാൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ കൈ വെച്ചിട്ട് തന്നെ നമ്മൾ മിക്സ് ചെയ്തെടുക്കുന്നത്. നല്ലതുപോലെ തന്നെ കൈ വെച്ചിട്ട് ഇതുപോലെ നമ്മൾ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല, കുറച്ച് വെള്ളത്തിൻ്റെ ആവശ്യം നമുക്കിതിലേക്ക് വരുന്നുള്ളൂ. അപ്പം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നമ്മുടെ പക്കവടൻ്റെ ഇതങ്ങ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് റെഡിയാക്കുക. ഒരുപാട് വെള്ളം ഒരുമിച്ചിട്ട് ഒഴിച്ച് കൊടുക്കരുത്. ഇതുപോലെ പക്കവട റെഡിയാക്കിയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് റെഡിയാക്കിയിട്ട് കഴിക്കണം. അത്രയും ടേസ്റ്റ് ഉണ്ട്. നമ്മൾ വീണ്ടും ഉണ്ടാക്കിയിട്ട് കഴിക്കുന്ന ഒരു റെസിപ്പി തന്നെയാണത്. അപ്പം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാനിപ്പോൾ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ കൂടുതൽ മാവ് ഇതിലേക്ക് കടലമാവൊന്നും നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ കുറച്ച് കടലമാവ് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ക്യാബേജ് എത്രയാണ് എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് ഇതുപോലെ നമുക്കങ്ങ് ഉരുട്ടിയിട്ട് എണ്ണയിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ കടലമാവ് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിപ്പോൾ അതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഗ്യാസിൽ ചട്ടി വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇത് മിക്സ് ചെയ്ത ഉടനെ തന്നെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഗ്യാസിൽ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ചട്ടി ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി എണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് നമ്മുടെ ഓരോ പക്കവട ഇതുപോലെ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ഇട്ട് കൊടുക്കാം. ഷേപ്പ് നമുക്ക് ഏത് രീതിയിൽ വേണമെന്ന് വെച്ചാൽ അതുപോലെ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണ ചൂടായിട്ട് വരാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം.
ഇനി നമുക്ക് എണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് എത്രത്തോളം വലിപ്പം വേണം നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇതുപോലെ ചെറിയ ചെറിയ ഇതാക്കിയിട്ട് നമുക്ക് എണ്ണയിലിട്ടിട്ട് അങ്ങ് ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ ഒരു 2-3-4 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ തന്നെ അങ്ങ് ഫ്രൈ ചെയ്തെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം നമ്മളിപ്പോൾ ഇത് മുഴുവനായിട്ട് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇട്ട് കൊടുത്ത ഉടനെ തന്നെ നമ്മൾ തിരിച്ചിടരുത്. ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി നമ്മൾ എല്ലാം ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒന്നും കൂടെ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ തന്നെ അങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് എല്ലാം ഇതുപോലെ ഒന്ന് തിരിച്ചങ്ങ് ഇട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് നല്ലതുപോലെ തന്നെ വേവിച്ചെടുക്കാം. കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നമുക്ക് ചായയുടെ കൂടെയൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇനി നമുക്കിത് മുഴുവനായിട്ട് അങ്ങ് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്ക് 2-3-4 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ തിരിച്ച് കൊടുത്തത് ഒന്നും കൂടെ നമുക്ക് അങ്ങ് തിരിച്ചിട്ട് കൊടുക്കാം. എങ്കിലേ ഇത് പെർഫെക്റ്റായിട്ട് എന്ത് കിട്ടുള്ളൂ. പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് കിട്ടും. കൂടുതൽ ടൈമിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പം ഞാനിതൊന്നും കൂടെ തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമുക്ക് തിരിച്ച് മറിച്ച് ഇട്ട് കൊടുത്തിട്ട് ഇത് നല്ലതുപോലെ തന്നെ അങ്ങ് വേവിച്ചെടുക്കാം. അപ്പം ഞാനെല്ലാം ഇതുപോലെ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 2-3 മിനിറ്റും കൂടെ അങ്ങ് വേവിച്ചെടുത്തതിന് ശേഷം നമുക്കത് എണ്ണയിൽ നിന്ന് അങ്ങ് കോരി മാറ്റാം. അപ്പോൾ ഇത് നല്ലതുപോലെ തന്നെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമ്മൾ 2 പ്രാവശ്യം തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ തന്നെ അങ്ങ് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഫസ്റ്റ് ഇട്ട് കൊടുത്തത് നമുക്കിതുപോലെ എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇനി നമ്മൾ ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റിയതിന് ശേഷം നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് അങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ റെസിപ്പി. കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ അങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ മുഴുവനായിട്ടും ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്നാക്സ് ക്യാബേജ് വെച്ചിട്ടുള്ള പക്കവട ഇവിടെ റെഡി ആയിട്ടുണ്ട്. കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ചായയുടെ കൂടെയൊക്കെ നല്ല ക്രിസ്പിയാണ്. ഉള്ളിൽ നല്ല സോഫ്റ്റാണ്. പുറത്ത് നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ വേറൊരു വീഡിയോസുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.